യുവമോർച്ചക്കാരെ കണ്ട് കോഴി സംരക്ഷകൻ പിണറായി സ്നഗിയും കെട്ടി കണ്ടം വഴി ഓടിയതെന്തിന്? യുവമോർച്ചക്കാർ ഇന്ന് ക്ലിഫ് ഹൗസിന് മുന്നിൽ വന്നെന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ക്ലിഫ് ഹൗസോ അതോ കോഴിക്കൂടോ? സത്യമല്ലേ അവർ ചോദിച്ചത്? മുകേഷ് എന്ന കോഴികൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന ആഭാസനെതിരെ നിരവധി പരാതികൾ രേഖാമൂലം കിട്ടിയിട്ടും ആ വിടന്റെ സംരക്ഷണം സംസ്ഥാന മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ കൊട്ടാരക്കര ഗണേശൻ വെറും ആഭാസനാണെന്നും സരിതയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം ചെയ്ത പോക്രിത്തരങ്ങളെല്ലാം CBI കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടെന്നിരിക്കെ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ സർട്ടിഫൈഡ് ചെറ്റയ്ക്ക് പിണറായി ഗതാഗത മന്ത്രി പട്ടം നൽകിയത്. ആഭാസന്മാരുടെയും വിടന്മാരുടെയും സംരക്ഷകനായ പിണറായി ഇവറ്റകൾക്കെതിരെ നടപടിയെടുക്കുക അല്ലെങ്കിൽ രാജിവെക്കുക എന്ന ആവശ്യവുമായി യുവമോർച്ചയുടെ ചുണക്കുട്ടികൾ ഇന്ന് വൈകിട്ട് നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ച് കാണുക. യുവമോർച്ചക്കാർ വരുന്നതറിഞ്ഞ് ഏതാനും നിമിഷം മുമ്പ് സ്നഗിയും കെട്ടി വിജയൻ കണ്ടം വഴി പായുന്നത് ആദ്യം കാണാം. അതിനുശേഷം യുവമോർച്ചയുടെ മാർച്ചും കാണുക.
ജഹാംഗീർ കൊല്ലം MLA ശ്രീ മുകേഷിന് പങ്കുണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇന്ന് ഔപചാരികമായി പറഞ്ഞിരിക്കുന്നു മുകേഷിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. ഇത് യാതൊരു കാരണവശാലും അനുവദിക്കില്ല. ശക്തമായ സമരവുമായി യുവമോർച്ച മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CR പ്രഭുകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ ആർ സജിത്ത്, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ ഗണേഷ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലിഫ് ഹൗസിനകത്ത് ഈസി ചെയറിൽ ഞെളിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് സഖാവ് പിണറായി വിജയനാണ്. കൊല്ലം MLA മുകേഷ് എന്ന് പറയുന്ന സ്ത്രീ പീഡകനോട് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് ഈ നാണം കെട്ട മുഖ്യമന്ത്രിയെ കാണാനാണ് യുവമോർച്ചക്കാർ വന്നിരിക്കുന്നത്. 3ഓളം പരാതികളാണ് മുകേഷിനെതിരെ കിട്ടിയിട്ടുള്ളത്. അത് 3ഉമല്ല, 30ഉമല്ല, 300ഉമല്ല എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. കാരണം അത്രയും പീഡനങ്ങൾ ഈ മുകേഷ് നടത്തിയിട്ടുണ്ട് എന്നാണ് സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നേരെ, 2 MLA-മാർക്ക് നേരെ ഈ സ്ത്രീ പീഡന പരാതി ഉണ്ടായപ്പോ DYFI-കാരനും CPM-കാരനും അവരുടെ രാജിക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടത്തിയല്ലോ. എടാ DYFI-കാരാ, അല്പമെങ്കിലും ഒരു മര്യാദ, മാന്യത നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ കൊല്ലം MLA മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യ്. DYFI-കാരുടെ വായിൽ പഴം തിരികിയിരിക്കുകയാ, കമാന്നൊരക്ഷരം പറയുന്നില്ല.
ഇവിടെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക, സ്വന്തം ഭാര്യയെ ഗർഭിണിയായ സമയത്ത് വയറ്റിൽ ചവിട്ടുക, എന്തൊക്കെ പരാതികളാണ് ഈ പറയുന്ന മുകേഷിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ, നാണമെന്ന ഒരു വാക്ക് മുകേഷെ നിങ്ങളുടെ അടുത്തു കൂടി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ്. ഇവിടെ 2-3 ദിവസമായി ഞങ്ങൾ സ്ഥിരമായി യുവമോർച്ച സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുകേഷിന്റെ ഓഫീസിലേക്ക്. ഇന്ന് ആ സമരം ഒന്ന് മാറ്റിപ്പിടിച്ചതാ. മുകേഷിനെ സംരക്ഷിക്കുന്നത് ഈ നീചനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് കുറെ ദിവസമൊക്കെ സംരക്ഷിച്ച് നിർത്താനാകുമായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് യുവമോർച്ച പറയുകയാ, ഈ പറയുന്ന MLA, കൊല്ലം MLA, ഈ സ്ത്രീ പീഡകൻ റോഡിലിറങ്ങി നടന്നാൽ കരണമടിച്ചു പൊട്ടിക്കാൻ എത്ര കാലം നിങ്ങൾ ഈ സംരക്ഷണം കൊടുക്കും മുഖ്യമന്ത്രി? മുകേഷിനെ പറ്റി ഒരു വിവരവും ഇല്ല. മുകേഷ് എവിടെയാന്ന് ആർക്കും അറിയില്ല, ഒളിവിലാണ്. എത്ര കാലം മുകേഷ് നിങ്ങളിങ്ങനെ ഒളിവിൽ നടക്കും? ഇവിടുത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റാണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സ്ത്രീപക്ഷമാണ്, ഹൃദയപക്ഷമാണ്. ഇവിടുത്തെ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രി നിങ്ങൾ മൗനം പാലിക്കുകയല്ലേ? നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ഇപ്പൊ ഇതാ പറയുന്നത് മുകേഷ് രാജിവെക്കണ്ട, കാരണം കോൺഗ്രസ്സുകാർ രാജിവെച്ചിട്ടില്ലല്ലോ. എൽദോസ് രാജിവെച്ചിട്ടില്ല, വിൻസെന്റ് രാജിവെച്ചിട്ടില്ല, അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട. അത് VD സതീശനും ഈ പറയുന്ന പിണറായിയും എല്ലാം കൂടെ അത് ഒത്തുതീർപ്പാക്കാനുള്ള നടപടിയില്ല. നേരത്തെ എന്നെ കൊല്ലത്ത് 1-2 പേര് വിളിച്ചു. അവർ പറഞ്ഞത് ഞങ്ങൾ കോഴിയുമായിട്ട് കൊല്ലത്തൊരു സമരം ചെയ്തു, അത് വളരെ മോശമായി പോയി എന്നാണ് പറഞ്ഞത്. കാരണം മുകേഷിനെ കോഴിയോട് ഉപമിച്ചത് വളരെ മോശമായി പോയി എന്ന്. കാരണം ആ കോഴിക്ക് പോലുമുണ്ട് ഒരു മര്യാദ. അതുകൊണ്ട് ദയവ് ചെയ്ത് അതുകൊണ്ട് ഈ കോഴികൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. കാരണം മുകേഷിനെ കോഴിയുമായിട്ട് ഉപമിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സ്ത്രീലമ്പടന്മാർ നമുക്ക് MLA-മാരായിട്ട് വേണ്ട, മന്ത്രിമാരായിട്ട് വേണ്ട. അതുകൊണ്ട് മുകേഷിന്റെ രാജി വരെ എത്ര ഉന്നതന്മാർ മുകേഷിനെ സംരക്ഷിക്കാൻ നോക്കിയാലും മുകേഷിന്റെ രാജി വരെ ഞങ്ങൾ സമരം തുടരും. കോൺഗ്രസ് ഈ സമരം ഒത്തുതീർപ്പാക്കിയാലും ഞങ്ങൾ സമരരംഗത്തുണ്ടാകും. മുകേഷെ, നിങ്ങൾ റോഡിലിറങ്ങി നടക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. രാജിവെച്ച് പോകുന്നതാണ് മുകേഷിന് നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ എത്ര സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാ ജമുൻ ജഹാംഗീർ. ജമുന്റെ ഈ വേരളിന്റെ ഒരറ്റമില്ല. ഇവിടുത്തെ പോലീസുകാരോട് ഞങ്ങൾ എന്ത് നെറികേടാ കാണിച്ചത്? ഞങ്ങൾ പ്രവർത്തനം കിടക്കുന്നത് കണ്ടോ? ഇവിടെ അതിക്രൂരമായിട്ടുള്ള ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കാൻ ഒരു മര്യാദയൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും അത് പ്രയോഗിക്കേണ്ട സാധനമല്ല. അതിനാണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണോ ഈ കേരള പോലീസിലുള്ളത്? കോപ്പിയടിച്ച് പാസ്സായ കുറെ എംബോക്കികൾ, അവരാണ് ഇന്ന് പിണറായി വിജയന്റെ ഈ രാജകൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ കാവലൊക്കെ ഉണ്ടായപ്പോ കേരളയിലെ മഞ്ഞക്കുറ്റി ഈ ക്ലിഫ് ഹൗസിനുള്ളിൽ കുറ്റിയടിച്ചവരാണ് ഈ തിരുവനന്തപുരത്തെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം ഉമ്മാക്കി കാണിച്ചു ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഇവിടെ മുകേഷിന്റെ ആ രാജി ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു വരവ് കൂടി ഞങ്ങൾ ഈ ക്ലിഫ് ഹൗസിലേക്ക് വരും മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അങ്ങനെ സമരം അവസാനിപ്പിച്ച് കോഴി മുകേഷിനെ പുറത്തെറിയുന്നതുവരെ സമരം തുടരും എന്ന് പ്രഖ്യാപിച്ച് യുവമോർച്ചക്കാർ മടങ്ങി.
സമരക്കാർ പോയ ആശ്വാസത്തിൽ പോലീസുകാരും അടങ്ങി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.